അപ്പോൾ ഷൂ ആണ് ചെയ്യണത്. നമ്മൾ സ്റ്റാർട്ടിങ് 13 ചെയിൻ ഇടുക കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇടുക, 13 ചെയിൻ ഇടുക. പതിമൂന്ന് ചെയിൻ ഇട്ടു. 13 ചെയിൻ ഇട്ടതിന് ശേഷം ബാക്കിലേക്ക് 4ാമത്തെ ചെയിൻ 1 2 3 4 4ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ബാക്കി 8 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. എട്ട് ചെയിനിൽ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ചെയിനാണ് ബാക്കി വരുന്നത്. ഈ ഒരു ചെയിനിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഒരു ഡബിൾ ക്രോഷ്യ, 2 3 ഡബിൾ ക്രോഷ്യ, 4 5 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്കാണ് വർക്ക് ചെയ്യേണ്ടത്. അതിനെ ഇവിടുന്ന് തിരിച്ച് 9 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ നൂല് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ജോയിൻറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ്. 2 കഴിഞ്ഞു. രണ്ട് ഡബിൾ ക്രോഷ്യ, 3 4 5 6 7 8 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി കേട്ടോ. 9ാമത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 6 എണ്ണമാണ് കേട്ടോ ചെയ്യേണ്ടത്. അഞ്ച് 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. നമ്മൾ ഇതിൻ്റെ മേലിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം.
ഇങ്ങനെയാണ് ഫസ്റ്റ് റൗണ്ട് വരുന്നത്. ഇനി റൗണ്ട് 2 റോ 2 ചെയ്യാനായിട്ട് ചെയിൻ 3 ചെയ്യുക. ഈ മൂന്നാമത്തെ ഈ ഒരു ചെയിനിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇടേണ്ടത്. സ്റ്റിച്ച് മാർക്കർ ഇടുക. അതിന് ശേഷം ഇപ്പോൾ ചെയിൻ 3 ചെയ്തിട്ടുള്ള ആ സെയിം സ്പേസില്ലേ ഇതേ ഈ കാണുന്നത്, ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യണത്. 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ 8 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 1 2 ഡബിൾ ക്രോഷ്യ, 3 നമ്മൾ ഇപ്പോൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തു കേട്ടോ. ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ഓരോ ചെയിനിൽ നമ്മൾ ചെയ്തത്. ഇനി അടുത്ത 6 റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒരു ചെയിനിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട്. അപ്പോൾ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ ചെയ്തു. അങ്ങനെ ഇനി 5 എണ്ണത്തിലൂടെയും ചെയ്യണം. അപ്പോൾ 6 ഡബിൾ ക്രോഷ്യ നമ്മുടെ 2 വെച്ചിട്ട് ഒരു ചെയിനിൽ 6 എണ്ണത്തിൻ്റെ ചെയ്തു. 6 ചെയിനിൽ 2 എണ്ണം വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ, അങ്ങനെ നെക്സ്റ്റ് 8 ചെയിൻ നോക്കുക കേട്ടോ. 2 7 8 ചെയിനിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്തു കേട്ടോ. 8 ചെയിനിലാണ് ചെയ്തത്. നമ്മൾ ഒരു ചെയിനിലൂടെയും 1 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 9 ചെയിനിലാണ് നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യണത്. ഇനി അതിന് ശേഷം ബാക്കി വരുന്ന ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് 6 എണ്ണത്തിൽ വരും കേട്ടോ. 1 2
ഓക്കെ, നമ്മളിതാ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി സ്റ്റിച്ച് മാർക്കർ അയക്കുക. അതിന് ശേഷം ഇതാ ഈ മേൽഭാഗത്ത് കാണുന്ന ഈ 3 ചെയിൻ ഇട്ടതിൻ്റെ 3ാമത്തെ ചെയിനിൽ അതിൻ്റെ ഉള്ളിൽ ഹുക്കിടുക, യാൺ ഓവർ ചെയ്ത് വലിച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക കേട്ടോ. ഇപ്പോൾ 2ാമത്തെ റൗണ്ടും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത റൗണ്ടിൽ ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 ചെയ്തു. ഇനി ഈ 3ാമത്തെ ചെയിനിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടേക്കും. മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിൽ കൂടിയാണ്. ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടിട്ടില്ല, 2 എണ്ണമായിട്ടാണ് ഉള്ളത്. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഇനി ഈ ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആണ് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യേണ്ടത് കേട്ടോ. ബാക്കിലത്തെ ആ ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ബാക്കിലത്തെ ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു റോ മൊത്തം ഈ ബാക്ക് ലൂപ്പിൽ കൂടെ കണ്ടില്ലേ, ഈ ബാക്ക് ലൂപ്പിൽ കൂടെയാണ് ചെയ്യേണ്ടത്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഈ ബാക്ക് ലൂപ്പിൽ കൂടെ ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. കണ്ടില്ലേ, ഇപ്പോൾ ഒരു തോണി പോലെ വരും. 3 റൗണ്ട് കഴിഞ്ഞു. 4ാമത്തെ റൗണ്ടിൽ ഒരു ചെയിൻ ഇടുക. ആ ചെയിൻ ഇട്ട ആ സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യണത്. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. ചെയിൻ ഇട്ടതിൻ്റെ മുകളിൽ സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം കേട്ടോ. ഇനി അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ബാക്കി 9 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 1 2 3 4 9 ചെയിനിൽ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ DC ടുഗദറാണ് ചെയ്യണത്. DC ടുഗദർ ചെയ്യുക. ആദ്യം യാൺ ഓവർ, ഒരു നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 3 നൂല് യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, ബാക്കിയുള്ള 2 എണ്ണം ഹോൾഡ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 4 നൂലാണ് വരുന്നത്. യാൺ ഓവർ, 2 നൂല് കളയുക, ഹുക്കിൻ്റെ മുകളിൽ 3 നൂല്. ഇനി യാൺ ഓവർ ചെയ്ത് ഈ 3 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഒരു DC ടുഗദറാണ് കഴിഞ്ഞത്. ഇതേപോലെ 5 എണ്ണം ചെയ്യണം. യാൺ ഓവർ, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, 2 എണ്ണം ഹോൾഡ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ, 2 നൂല് കളയുക, ബാക്കി യാൺ ഓവർ ചെയ്ത് 3 നൂല് കളയുക. ഇനി 2 സെറ്റ് ചെയ്തു. ഇനി 4 എണ്ണം കൂടിയും ചെയ്യാം കേട്ടോ.
യാൺ ഓവർ ചെയ്യുക, ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ ചെയ്തിട്ട് 2 നൂലാണ് കളയാൻ പാടുള്ളൂ ഹുക്കിൻ്റെ മുകളിൽ നിന്ന്. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 3 നൂല് കളയുക. ഇപ്പോൾ 5 എണ്ണം കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടിയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ചെയ്ത് വരുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ചെയ്തത്, നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ ഏതുമയാണോ കറക്റ്റായി ചെയ്യണമെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇത് DC ടുഗദർ എന്നാണ് ഇപ്പോൾ പറയുക കേട്ടോ. ഇത് കണ്ടില്ലേ എത്രത്തോളം ഭാഗം വന്നില്ലേ. 8 DC ടുഗദർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 18 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി നെക്സ്റ്റ് റോ ചെയ്യാനുള്ളത് ഒരു ചെയിന്, ആ ചെയിനിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇടുക. ആ സെയിം സ്പേസിൽ തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇനി ബാക്കി വരുന്ന 9 ചെയിനിൽ ഇതേപോലെ ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഒൻപത് സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി ചെയ്യാനുള്ളത് 3 സെറ്റ് ഓഫ് DC ടുഗദർ ആണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് വരിക 3 സെറ്റ്. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, ബാക്കി 2 എണ്ണം ഹോൾഡ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക. യാൺ ഓവർ ചെയ്യുക, 3 എണ്ണം കളയുക. ഇപ്പോൾ ഒരു DC ടുഗദർ ചെയ്തു. ഇതേപോലെ ബാക്കി 2 എണ്ണം കൂടിയും ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞു. രണ്ടാമത്തെ സെറ്റ് ഇതാട്ടോ എവിടെയാണ് കഴിഞ്ഞേക്കണേ. ഇനി 3ാമത്തെ സെറ്റ് DC ടുഗദർ. മൂന്ന് സെറ്റ് DC ടുഗദറാണ് ചെയ്തത് നമ്മൾ. ഒരു സെറ്റ് കൂടിയും DC ടുഗദർ കൂടിയും ചെയ്യണം. ലാസ്റ്റ് നമ്മൾ ഇവിടെയാണ് നിർത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് DC ടുഗദർ. ഇതാ 4 സെറ്റ് DC ടുഗദർ അങ്ങനെ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളും സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ റൗണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒന്ന്, 2, 5, 8, 9, 10, 11, 12, 13, 14, 15, 16, 18 അന്ന് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. 17, 18 ടോട്ടലി 18 എണ്ണം തന്നെയാണ് സിംഗിൾ ക്രോഷ്യ ഉണ്ടാവുക. ഈ സ്റ്റിച്ച് മാർക്കർ ഊരുക.
അതിൻ്റെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ നൂല് കട്ട് ചെയ്യുക. ഈ ഇത് വലിച്ചെടുക്കുക. ഈ നൂല് ജസ്റ്റ് ഹൈഡ് ചെയ്യണം കേട്ടോ. ഇനി ഇതിപ്പോൾ നമ്മൾ ഈ ചെയ്താക്കണില്ലേ, ഇത് ചീത്ത വശമാണ്. ഇത് നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് തള്ളിയിട്ട് നല്ല വശം പുറത്തേക്ക് ഇടണം. ഇപ്പോൾ കണ്ടില്ലേ നല്ല വശം. ഓക്കെ, ഇനി ഈ നൂല് നമ്മൾ ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കണം. നൂലൊന്ന് പുറത്തേക്ക് വലിച്ചിട്ട് നീഡിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഞാനിത് നമ്മൾ ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷ്യയുടെ ഉള്ളിലേക്ക് ഹുക്ക് ഇട്ടിട്ട് ഒന്ന് വലിക്കണം. 2-3 വട്ടം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് വിടുക, രണ്ടാമത്തേൽ ചെയ്യുക. ഇങ്ങനെ വലിച്ചിട്ട് ഒരെണ്ണത്തിലൂടെയും ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ? ഇതേപോലത്തെ ഒരു പെയർ കൂടിയും ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് ചെയ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടുന്ന് സ്ട്രാപ്പ് വയ്ക്കലാണ്. അതായത് ഇതാണ് നമ്മൾ DC ടുഗദർ ചെയ്താക്കുന്നത്. ഇതിൻ്റെ ഒരു പെയർ കൂടിയും റെഡിയാക്കണം കേട്ടോ. ശേഷം DC ടുഗദർ ചെയ്താക്കുന്നത് ഇതാണ്. ഇവിടെ നിന്ന് 4ാമത്തെ സിംഗിൾ ക്രോഷ്യ 1 2 3 4 4ാമത്തെ ഈ സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിൽ നമ്മൾ ഹുക്ക് ഇടുക. ഈ ചീത്ത വശത്തുനിന്ന് ഇതൊന്ന് ജോയിൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ചെയിൻ ഇടുകയാണ് ചെയ്യണത്. ഒരു ചെയിൻ ഇട്ടിട്ട് ആ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടേക്കാം കേട്ടോ. നമ്മൾ അവരൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടുന്ന് ഇവിടേക്ക് ടോട്ടൽ 21 സിംഗിൾ ക്രോഷ്യ, ഇതുകൂടിയും കൂട്ടി ടോട്ടൽ 22 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 21 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 കൗണ്ട് ചെയ്തോളൂ കേട്ടോ. 21 എണ്ണം വേണം. ഇവിടുന്ന് ഇതുവരെ 21 എണ്ണം സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, നമ്മൾ 21 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു 2 ഭാഗം ഓക്കെ ഇട്ടു. ഈ ഒരു സിംഗിൾ ക്രോഷ്യ കൂടിയും കൂട്ടി ടോട്ടൽ 22 സിംഗിൾ ക്രോഷ്യയാണ് നമ്മളിവിടെ ചെയ്താക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് 11 ചെയിൻ ഇടുക കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 ചെയിനാണ് നമ്മൾ ഇട്ടാക്കുന്നത്. 11 ചെയിനാണ് ഇട്ടാക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ നൂലായിരുന്നു. ഓക്കെ, 11 ചെയിൻ ഇട്ടതിൽ ബാക്കിലേക്ക് 4ാമത്തെ ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 1 2 3 4 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണു. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 7 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യ കേട്ടോ. 8 ഡബിൾ ക്രോഷ്യ ടോട്ടൽ ചെയ്തു.
ഇനി ഈ വരുന്ന ഈ സ്ട്രാപ്പ് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഈ ചീത്തവശം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ ഇനി ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ ഇതുവരെ ഓരോ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ സ്ട്രാപ്പ് ഇവിടെ ഫിറ്റായി. ഇനി നെക്സ്റ്റ് 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 നമ്മളിത് ഇതുവരെ തിരിച്ച് ചെയ്ത് വന്നേക്കണം കേട്ടോ. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ അയക്കുക. ഇവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തതാണ്. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക, പുറത്തേക്ക് വലിക്കുക. ഇനി ഈ സ്ട്രാപ്പ് കാണാത്ത രീതിയിൽ നമ്മൾ ഹൈഡ് ചെയ്യണം. അതുകൊണ്ട് ഈ നൂല് ഇങ്ങനെ നേരത്തെ കാണിച്ച പോലെ 1-2 നൂലിൻ്റെ ഇടയിലേക്ക് വലിക്കുക, സ്ട്രാപ്പ് അത് ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്തു. ഇത് കണ്ടില്ലേ സ്ട്രാപ്പ്. ഈ സ്ട്രാപ്പ് ഇനി ഇവിടെ നമ്മൾ ഒരു ബട്ടൺ ഹോൾ വയ്ക്കുക. ഇതിവിടെ ഈ ഒരു ഹോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ചെയ്തിട്ട് കണ്ടിട്ടുള്ള ഈ കുഞ്ഞ് ഹോളിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുക. ഇതേപോലെ അടുത്ത പെയർ ചെയ്യുക. അടുത്ത പെയർ ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ അടുത്ത പെയർ കൂടി ചെയ്തിട്ട് ആ സ്ട്രാപ്പ് എങ്ങനെ വെക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഒരു പെയറിൻ്റെ ഈ സ്ട്രാപ്പ് വെച്ചു. ഇനി നെക്സ്റ്റ് പെയർ ഞാൻ അതാ ചെയ്ത് വെച്ചേക്കണം. നമ്മളിതിൽ 4 DC ടുഗദറിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത്. ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ DC ടുഗദറിൻ്റെ 4ാമത്തെ സിംഗിൾ ക്രോഷ്യ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഇതാണ് DC ടുഗദർ തുടങ്ങുന്നത്. 1 2 3 4ാമത്തെ സിംഗിൾ ക്രോഷ്യ എവിടെയാണ്? ഇവിടെ നിന്ന് നമ്മൾ യാൺ ജോയിൻ ചെയ്യുക, എന്നിട്ട് ഒരു ചെയിൻ ഇടുക, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരെയാണ് നമ്മൾക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ 1 2 3 21 എണ്ണാമോ 4 ഞാനത് ഓപ്പോസിറ്റ് സൈഡ് വരെ ചെയ്യുക. ടോട്ടൽ 21 എണ്ണം. ഇതുകൂടിയും കൂട്ടി ടോട്ടൽ 22 എണ്ണമാണ് ചെയ്യേണ്ടത്.
ഇതിലിപ്പോൾ ടോട്ടൽ 20 ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ നൂലൊന്ന് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കണ്ടറിയാം ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ 11 ചെയിൻ ഇടുക. 3 4 5 8 9 10 11 ചെയിൻ ഇട്ടു. ഇനി ഇവിടുന്ന് 4ാമത്തെ ചെയിനിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. 1 2 3 4 4ാമത്തെ ചെയിൻ തൊട്ടിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5 6 7 8 ഡബിൾ ക്രോഷ്യാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇനി ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് പിടിക്കുക. അതായത് ഇതിപ്പോൾ ചീത്തവശമാണ്. ചീത്തവശം ജസ്റ്റ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് പിടിക്കണം. അതിന് ശേഷം ഷൂ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ അവിടെ ഒരു സെക്യൂറായി. അതിന് ശേഷം ഈ ഒരു റൗണ്ട് ഇവിടെ നിന്ന് ഇതുവരെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ലാസ്റ്റ് വരെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക, പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി ഈ നൂല് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഹൈഡ് ചെയ്യണം കേട്ടോ. ഉള്ളിലേക്കാക്കിയിട്ട് ഹൈഡ് ചെയ്തു. ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്യുന്നു. എന്താ കണ്ടില്ലേ ഈ സ്ട്രാപ്പ് ഇങ്ങനെ വരുന്നത്? അപ്പോൾ 2 സൈഡിലേക്കുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്ക്, കണ്ടില്ലേ ഇപ്പോൾ 2 സ്ട്രാപ്പും കൂടി നമ്മൾ ചെയ്തത്.